ആ എന്തടാ മല്ലൂസേ, സുഖം തന്നെയല്ലേ? ഞാനും നിങ്ങളെപ്പോലെ കണ്ടു ഇന്നലെ ടി വിയിൽ കോഴിക്കോട് സംഭവിച്ച കോഴിക്കോട് കോർപ്പറേഷൻ്റെ ബിൽഡിങ് സൺഷെയ്ഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് 4 പാവപ്പെട്ട തൊഴിലാളികൾ മരിച്ചു ഇല്ലേ? നിങ്ങൾക്ക് ആ കൂടി ഉള്ള 14 ജില്ലയാ. ഇവിടെ തമിഴ്നാട്ടിൽ എല്ലാം കൂടി 38 ജില്ലയാണ്, 38 ഡിസ്ട്രിക്റ്റ്. നീ തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു ഗവൺമെൻറ് ബിൽഡിങ്, ഒരു സ്കൂളോ ഒരു കോളേജോ ഒരു ആസ്പത്രിയോ ഒരു പഞ്ചായത്ത് ഓഫീസോ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ അവിടെ ഉള്ള പോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്നനക്ക് കാണിച്ച ഞാൻ വെല്ലുവിളിക്കുക. 24 മണിക്കൂർ കൊണ്ട് നടപടി എടുപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ അവിടെ ആകെ 14 ജില്ലയല്ലേ ഉള്ളൂ. ഓരോ ജില്ലയിലും ഒരു ഡിസ്ട്രിക്ട് കളക്ടർ, ഒരു ഡിസ്ട്രിക്ട് ജഡ്ജി, കോടതി, അത് കൂടാണ്ട് ഒരു PWD ഡിസ്ട്രിക്ട് ഓഫീസ്, ഇതെല്ലാം ഇല്ലേ അവിടെ? അവിടെയുള്ള ചീഫ് എഞ്ചിനീയറും കോടതിയിലെ ജഡ്ജും ഇവരെല്ലാം നല്ലോണം ശമ്പളം വാങ്ങുന്നില്ലേ? അവന്മാരെല്ലാം വണ്ടി ഒന്ന് പോയി നോക്കിയേട്ടാ നീ. ചുരുങ്ങിയത് ടയോട്ട ഇന്നോവ അല്ലെങ്കിൽ ടയോട്ട ക്രിസ്റ്റ ഈ വണ്ടിയായിരിക്കും 35 ലക്ഷം 40 ലക്ഷം. അതിനും ഒരു കുറവുമില്ല. ബിൽഡിങ് ഒന്നൊന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ്. ഇന്ന് തലശ്ശേരിയിൽ എവിടെ ഒരു ബിൽഡിങ് വീണെന്ന് പറയുന്നത് കേട്ട്. മതിയാക്കട നിങ്ങൾ ഓരോരുത്തരും. ഞാൻ കോൺഗ്രസ്സുകാരെ, ഞാൻ കമ്മ്യൂണിസ്റ്റ്, CPM, ഞാൻ CPI, ഞാൻ മുസ്ലിം ലീഗ്, ഞാൻ SDPI, ഞാൻ കേരള കോൺഗ്രസ്. മതിയാക്കട. ആദ്യം ജനങ്ങളെ സേവിക്കാൻ കുപ്പായ എടുത്തിട്, എന്നിട്ട് ബാക്കി കാര്യം. ചങ്കിൽ കുറച്ച് ധൈര്യം വേണം. ഈ കളക്ടറുടെ മുമ്പിലും ഈ PWD ചീഫ് എഞ്ചിനീയറുടെ മുമ്പിലും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ മുമ്പിലും പോയിട്ട് വിരള ചൂണ്ടി സംസാരിക്കാൻ പഠിക്കണം ആദ്യം, കേട്ടാ. ഞാൻ ഇന്നത്തെ ചാനലിൽ കണ്ട് കണ്ണൂരിലെ സ്റ്റേഡിയം കോംപ്ലക്സിൻ്റെ ഗതിയും, പിന്നെ തിരുവനന്തപുരം ആസ്പത്രീൻ്റെ ഗതിയും, കൊല്ലത്തെ ഓരോ ബിൽഡിങ്ങും, എറണാകുളത്തെ പോലീസ് മേധാവിൻ്റെ ബിൽഡിങ്ങും എല്ലാം ഞാൻ കണ്ടു. നാണമുണ്ടടാ നിങ്ങൾക്ക്? ഛേ.